മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ? ഓക്കെ, നമുക്ക് ഇന്നൊരു പുതിയ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വർക്കാണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് വർക്ക്. എന്താണ് വർക്ക്? അപ്പം എനർജിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എനർജിയുടെ ഇമ്പോർട്ടൻസ് അറിയാമോ? വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് വേണം? എനർജി വേണം. അപ്പൊ വർക്ക് എന്താണ് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ വർക്ക്? ഞാൻ പറയാം. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതായിരിക്കുന്ന ഒരു ഡെസ്കിനെ ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ഡെസ്ക് ഒരിടത്ത് നിന്നും വേറൊരിടത്തോട്ട് മാറി. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പൊ അതിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തെന്ന് പറയാം? വർക്ക് നടന്നു എന്ന് പറയാം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. വർക്കിന്റെ ഡെഫിനിഷൻ ആണ് work is said to be done by a force if there is displacement for the object the direction of the applied force. എന്താണ് വർക്ക് എന്ന് പറയുന്നത്? വർക്ക് is said to be done by a force if there is displacement for the object in the direction of the applied force. ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ആ ബലത്തിന്റെ ഡയറക്ഷനിൽ തന്നെ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഞാനത് വരച്ച് കാണിക്കാം. ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു. ആ ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സിന്റെ ലെറ്റർ ഏതാ? സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാ അറിയാവോ? എഫ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ ഉണ്ടായ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഡിസ്പ്ലേസ്മെന്റ് എസ്. ഓക്കെ, അപ്പൊ എഫ് എന്താണ്? ഫോഴ്സ്. എഫ് ഇസ് ഈക്വൽ ഫോഴ്സ്. എസ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുക. അപ്പൊ ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ അവിടെ വർക്ക് നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ വർക്കിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? W. ഓക്കെ, അപ്പൊ W is equal to എന്താണ്? നമ്മൾ ഫോഴ്സ് കൊടുത്തു, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? F into S എന്ന് എഴുതാം. അപ്പൊ വർക്ക് is equal to എന്താണ്? F into S. അപ്പൊ വർക്കിന് എന്താണ്? ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ ദൂരത്തിന് കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വർക്കിനും ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാമോ? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെന്റിന്റെ മീറ്റർ. ഓക്കെ, അപ്പൊ വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഈ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ വേറൊരു പേര് പറയും. ന്യൂട്ടൺ മീറ്ററിന്റെ മറ്റൊരു പേരാണ് ജൂള്. അപ്പം വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂള്. ഞാൻ എക്സാമ്പിൾ പറയാം. എഫ് എന്ന് പറയുന്നത് 200, അതുപോലെ എസ് എന്ന് പറയുന്നത് 10. അപ്പൊ ഇവിടുത്തെ വർക്ക് എന്തായിരിക്കും? ഇത്രയും കിട്ടും വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂള്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് ഒരു പ്രോബ്ലം ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും വരെ എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. നമ്മൾ അതിന്റെ യൂണിറ്റ് കൂടെ എഴുതിയെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത് ഓർത്തിരിക്കണം കേട്ടോ. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ഇനി നമ്മൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ഒരു വസ്തുവിനെ ഉയർത്തുകയോ പൊക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്കാണ് W is equal to mgh. എന്താണ്? W is equal to mgh. മനസ്സിലായോ? അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്നെന്ന് പറയുന്നത് W is equal to F into S,
അതുപോലെ ഇവിടെ വേറെ ഇക്വേഷൻ കിട്ടി W=mgh. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വർക്ക് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് F/s ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ മുകളിലോട്ട് പൊക്കുകയോ താക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ് വർക്ക്, രണ്ട് നെഗറ്റീവ് വർക്ക്. ഇപ്പൊ പോസിറ്റീവ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ദിശയിലാണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. നെഗറ്റീവ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻസ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എന്തായാലും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പ്രോബ്ലം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ പ്രോബ്ലം